നമുക്ക് ഒരു സ്പ്ലിറ്റ് എ സി എങ്ങനെയാണ് വാക്വം ചെയ്ത് ഗ്യാസ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഇപ്പോൾ നമുക്കൊരു 32 ഗ്യാസാണ് നിറയ്ക്കുന്നത്. അത് നമ്മൾ സിംഗിൾ മാനിഫോൾഡിലാണ് ചെയ്യുന്നത്. സിംഗിൾ മാനിഫോൾഡ് ആകുമ്പോൾ ഗേജിൻ്റെ ഓപ്പോസിറ്റുള്ള ലൈൻ നമ്മൾ എ സിയുടെ ചാർജിങ് പോർട്ടിലേക്ക് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മളെ ഗേജിൻ്റെ ഗേജ് തുറക്കുന്ന വാൽവില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് വാക്വം പമ്പിലേക്കും കൊടുക്കുക. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാക്വം പമ്പ് ഓൺ ചെയ്യുക. വാക്വം പമ്പ് ഓൺ ചെയ്തതിന് ശേഷം വാൽവ് തുറക്കുക. തുറന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വാക്വം പമ്പ് റൺ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഗേജിലെ ആ സീറോയിൽ നിൽക്കുന്ന നീഡിൽ -30 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ വന്നതിന് ശേഷം ഏതാണ്ട് 30 മിനിറ്റ് ഉണ്ട് അതിലൊക്കെ വരും. വന്നതിന് ശേഷം ഗേജിൻ്റെ വാൽവ് നല്ല രീതിയിൽ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വാക്വം പമ്പ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എയർ തിരിച്ച് കയറും. നല്ലോണം അടച്ചതിന് ശേഷം വാക്വം പമ്പ് ഓഫ് ചെയ്തിട്ട് വാക്വം പമ്പിൽ നിന്നുള്ള പോർട്ട് അഴിക്കുക. എന്നിട്ട് ഗ്യാസ് സിലിണ്ടറിലേക്ക് കൊടുക്കുക. ഗ്യാസ് സിലിണ്ടറിലേക്ക് കൊടുത്തിട്ട് എ സി ഓണാക്കാതെ തന്നെ ഒരു സ്റ്റാൻഡ് ബൈയിൽ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ഗ്യാസ് തുറന്നതിന് ശേഷം മാത്രം ഗേജിൻ്റെ വാൽവ് തുറക്കുമ്പോഴത്തേക്ക് ഗ്യാസ് അതിലേക്ക് എ സിയിലേക്ക് ഓടി കയറി ഒരു സ്റ്റാൻഡ് ബൈയിൽ പ്രഷർ ഏകദേശം 32-ൻ്റെയൊക്കെ ഒരു 200-ന് മുകളിൽ വരും. അത് ഗ്യാസ് ഫുള്ള്, അതായത് സ്റ്റാൻഡ് ബൈ ഗ്യാസ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് കയറുന്ന ആ സൗണ്ട് അങ്ങ് നിൽക്കും. നിന്നതിന് ശേഷം ഒരു കുറച്ച് കയറി സൗണ്ട് നിന്നതിന് ശേഷം മാത്രം എ സി ഓൺ ചെയ്യുക. എ സി ഓൺ ചെയ്യുമ്പോൾ ആ ഗേജിലെ കൗണ്ട്, അതായത് കംപ്രസർ സ്റ്റാർട്ട് എടുത്തതിന് ശേഷം ഗേജിലെ കൗണ്ട് കുറയാൻ തുടങ്ങും. അതായത് നമ്മളൊരു 200-ന് മുകളിൽ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഗേജിൻ്റെ വാൽവ് തുറന്ന് ഗ്യാസ് കയറ്റി കൊടുക്കുക. ഗ്യാസ് കയറ്റി റണ്ണിങ്ങിൽ ഇൻവെർട്ടർ എ സിയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റണ്ണിങ് നല്ല ഹൈ സ്പീഡിൽ കയറുമ്പോഴത്തേക്ക് ഒരു ഗേജിലെ ഒരു റീഡിങ് ഏകദേശം ഒരു 130 പൗണ്ടൊക്കെ കാണിക്കണം. 130-ന് മുകളിൽ വരണം. അത് കുറച്ച് ഗ്യാസ് ഉണ്ടെങ്കിൽ പിന്നെ ലിക്വിഡ് ലൈനിൽ ഐസ് പിടിക്കും. അത് ഗ്യാസ് ഫുള്ളാകുമ്പോഴത്തേക്ക് ഐസ് അങ്ങ് ഫോം ചെയ്യുന്ന പോകും. 2 പൈപ്പിലും ഒരേ രീതിയിലുള്ള തണുപ്പാവും. ചെറിയ പൈപ്പിലും വലിയ പൈപ്പിലും ഒരേ രീതിയിലുള്ള തണുപ്പ്. അതുവരെ ഗ്യാസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഗേജും നമ്മൾ റീഡ് ചെയ്യുക. ഒരു 130-ന് മുകളിൽ കൊടുക്കണം. എല്ലാം കൊടുത്തതിന് ശേഷം ഗേജ് ക്ലോസ് ചെയ്യുക. ഗേജ് ക്ലോസ് ചെയ്തിട്ട് കുറ്റിയും ക്ലോസ് ചെയ്യുക. അതിനുശേഷം എ സി റണ്ണിങ്ങിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ചാർജിങ് പോർട്ടിൽ നിന്ന് ലൈൻ അഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം ലീക്ക് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്